ആനന്ദശയനം. ഗണപതിരിക്കണേ. ഇത് ഭയങ്കര ഷാർപ്പാട്ടാ. ഇത് ഭയങ്കര വേനെടുക്കും, മുറിയും നമ്മുടെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് മേരിമെൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 3 ആണ് സ്കോട്ട്ലാൻഡിൽ. നമ്മളിത് ഇപ്പോൾ കാറിൽ നമ്മളൊരു മ്യൂസിയത്തേക്കാണ് പോണത് ഇന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോവും. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ പോവും. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ മഴയാണ്, നല്ല മഴക്കാരാണ്. പക്ഷെ അപ്പോഴാട്ടോ ഇവിടെ നല്ല ഭംഗി. കാരണം വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ആ ഒരു കളറിലാണല്ലോ, വളരെ എന്താ ഒരു ഗ്രേ അങ്ങനത്തെ ഷെയ്ഡ്. അപ്പോൾ മഴക്കാർ വന്നപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്, സൺലൈറ്റിനേലും ഭംഗി ആ ഒരു ക്ലൈമറ്റ് ആട്ടാ. എൻ്റെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത് വേറെ കുറച്ച് പരിപാടികളായിരുന്നു. അതായത് നമ്മൾ ഇന്നലെ മറ്റേ മലയുടെ ഇതൊക്കെ കണ്ടിരുന്നല്ലോ, മഞ്ഞുമല. അപ്പോൾ അവിടെ മുകളിൽ പോകാനൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ രാവിലെ നല്ല മഴയായതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ഈ മ്യൂസിയത്തേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മ്യൂസിയത്തേക്ക് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇന്ന് മഴക്കാര് കാരണം നല്ല ഭംഗിയുണ്ടല്ലേ കാലാവസ്ഥ. മഴ റെയിനി ഡേ. നമ്മളിപ്പോൾ മ്യൂസിയത്തേക്ക് പോവാം കേട്ടോ. നല്ല മഴ ഇവിടെ. ഇന്ന് മഴയാണ്, മഴ ദിവസം. അതുകൊണ്ട് നമ്മുടെ പ്ലാനിങ്ങൊക്കെ നമ്മൾ മാറ്റി. നമ്മൾ ബുക്ക് ചെയ്ത പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. കാരണം മഴയത്ത് നമുക്ക് മൗണ്ടെയിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല, മഞ്ഞാണ് അവിടെ. അപ്പോൾ മഴയും കൂടി ആകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കില്ല. അപ്പം നമ്മൾ പ്ലാൻ മാറ്റി മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് പോകാൻ വെച്ചു. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും നടന്ന് വരുന്നുണ്ട്. ഭയങ്കര തണവാ. പൂത്തിരിക്കണൊക്കെ ഇവിടെ. പേരൊന്നും നമുക്കറിയില്ല. കണ്ട, നമ്മൾ നടക്കണ റൂട്ടിലാട്ടത്. നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലാൻഡ്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കാട്ടോ. ഇഷ്ടായ ശിവയ്ക്ക്? നമ്മളിത് ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലാട്ടോ വന്നിരിക്കണാവോ. അവരുടെ ആയുധങ്ങളൊക്കെയാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വേണേൽ വീഡിയോയിൽ ഇങ്ങനെ പകർത്താം, നിങ്ങളതൊക്കെ വായിച്ചു. കാരണം ഇതൊക്കെ ഞാൻ വായിച്ചു നോക്കി നമ്മളൊക്കെ ഒരുപാട് വൈകും. അതന്നെ ഇരുട്ടല്ലേ. നീ മഴ കൊള്ളുണ്ടാ? ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള മഴ കൊണ്ട് കയറുന്ന ക്യാപ്പ് വെച്ചതാ. എന്താ ഇത് കിച്ചു? ഇതാരായിട്ട് വരും? എന്തോ ബാധേനൊഴിപ്പിക്കാനായിട്ട് നോക്കി ആണി തുറച്ച് വെച്ചിരിക്കും. ബാധേനൊഴിപ്പിക്കാനായിട്ട് എന്തായിരിക്കും ഇത്? വായിച്ചു നോക്കിയാൽ കിട്ടും. ഡെത്ത് ആൻഡ് എന്താ സംഭവം? എൻ്റെ മോള് കാര്യമായിട്ട് എന്തോ വീഡിയോ കണ്ട് പഠിക്കിട്ടാ. ഇത് നമ്മുടെ ഏലസ് പോലില്ലേ, ജ്വല്ലറിയാണ്. ഇതൊക്കെ നോക്കി നമ്മുടെ കയ്യിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണത്. സ്പൂൺസ്, പല ടൈപ്പുള്ള സ്പൂൺസ് ഒക്കെ ഇടത് നോക്കിയേ. ഇത് നോക്കിയേ, ഒരു ആൻറ്റിക് പീസ് പോലെ. ഇതൊക്കെ നോക്കിയേ, പണ്ടത്തെ ഡ്രസ്സിൻ്റെ ഇത്. ആ വർക്ക് നോക്ക്. ആരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് ഇതെല്ലാം. അത് ആ ഡ്രസ്സ് മലത്തെ വർക്ക് നോക്കി എത്ര തിക്കിലാണ്. ആ
കുഞ്ഞു ഷൂല്. Number 5, pair of pictures, China, early 20th century. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നിങ്ങൾ നോക്കി, സോറി, ഏറ്റവും ടോപ്പ് കണ്ട കുറേ സെക്ഷൻസ് ആയിട്ടുണ്ട്. നമുക്ക് കയറി വന്നപ്പോൾ ഇതേപോലെ തന്നെ ഒരു വലിയൊരു കൊട്ടാരം പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പിക്ക് നമ്മൾ കടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ കുറേ ലെയർ. ഭയങ്കര വലുതായിട്ടത്. കയറുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രോ കണ്ടപ്പോൾ ഒന്നും അത്രയും തോന്നിയില്ല എന്നുള്ളൂ. എല്ല് ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കും. ഇതെന്താ അതിൻ്റെ കുറേയൊക്കെ ഇങ്ങനെ വീഡിയോ കാട്ടി തരാം. കാരണം ഇത് ഭയങ്കര വലുതാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ കാട്ടി തന്നാൽ ഇതാവില്ല. ചിലത് മാത്രം സൂം ചെയ്ത് ഇങ്ങനെ കാട്ടി തരാം. പിന്നെ ഓവറോൾ കാട്ടി തരാം കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമുക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ കയറി കഴിയുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെപ്പറ്റി അറിയാനുള്ളൊരു ബാക്കിൽ തന്നെ നമ്മളിങ്ങനെ കറക്കി നമുക്കൊരു പ്രയർ മനസ്സിൽ വിചാരിച്ച് അങ്ങനത്തെ ഒരു സംഭവം. അത് നൈസല്ല. പക്ഷേ ചേട്ടാ അത് കറക്കിയിട്ട് വീട്ടണം പ്രാർത്ഥിച്ചോണ്ടിരുന്നിട്ട് കാര്യം. എല്ലാരും നേരത്തെ പ്രാർത്ഥിക്കലായിട്ടാ. അച്ഛനും മോളും മത്സരിച്ച്. സംഭവം വായിച്ചു നോക്കട്ടെടാ. ഇതൊക്കെ ഒറിജിനൽ ഫെദറാട്ടോ. ഇത് ഫുൾ ഒറിജിനൽ ഫെദറാണ്. പക്ഷേ ഈ ഒരു ടീമിൻ്റെ ഇത് അറിയില്ല. ഞാൻ ഇതിങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കി അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടേക്കാ പോണേ? ശിവയുടെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് എത്തി നമ്മള്. എൻ്റെ പൊന്നോ, എന്തിട്ട് കാണുന്നു. അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് ഇതൊക്കെ സ്കിന്ന് അതിൻ്റെ ബോൺസൊക്കെ ഒറിജിനലാണെന്നാട്ടാ പറയണേ. എൻ്റെ പൊന്നു, ആ മുകളിൽ കാണാൻ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു പിടുത്തില്ല അല്ലേ. അടിപൊളി സംഭവം കേട്ടാ. അതായത് അത് ഫുൾ അവിടെ അനിമൽസ് ഒരു രക്ഷയില്ലാട്ടോ. അടിപൊളി സ്ഥലം. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കണ്ടെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ടൈപ്പ്. ആ അവിടെയൊക്കെ കുറേ ഓരോന്നിൻ്റെ ഒറിജിനൽ സ്കിന്ന് ബോൺസ് വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മുകളിൽ അതിനകത്ത് ഇട്ടിരിക്കുന്നത് നോക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ആനേനെ നോക്ക്. അവർ പണ്ടത്തെ പടയാളികളും അവർ കൊട്ടാരത്തിൽ യൂസ് ചെയ്തു. കൊട്ടാരമായിരിക്കില്ല പറയുക, വേറെ എന്തെങ്കിലും അല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ, നമ്മൾ മ്യൂസിയം പണ്ട് കൊട്ടാരത്തിൽ താമസിച്ചിരുന്നപ്പോൾ. എൻ്റെ പൊന്നോ, സ്റ്റോൺസ് അല്ലത്. എന്തൊരു ഭംഗിയല്ലേ. എൻ്റെ പൊന്നോ, ഇത് ഫുള്ള് സ്റ്റോൺസ് ആട്ടാ. നല്ല വിലയുള്ളതോ അല്ലെങ്കിൽ അത്ര നോക്കി നീ അതൊക്കെ തിളങ്ങണത്. സോറി, ഞാൻ ഇവിടെ വർത്താനം പറഞ്ഞു. ഒറിജിനൽ സ്കിന്നാട്ടോ ഇവരുടെ ഒറിജിനൽ സ്കിന്ന് വെച്ചിട്ട് ഇവർ ഡെമോ ചെയ്തിരിക്കുന്നതാണ്. ഇതെന്താണെന്നറിയോ, അതിൽ നമുക്ക് കയറി നിന്നാൽ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഏത് അനിമലിൻ്റെ വെയിറ്റാന്ന് അറിയാൻ പറ്റൂട്ടാ. അല്ല, ജിയാൻ്റെ ആണ്. ജാനി കയറിയപ്പോൾ ഒറിജിനൽ ആട്ടോ അതിൻ്റെ ഇത്. ഞാൻ പറഞ്ഞതാണെന്നാലും പറയാണ്. നോക്കി, പാമ്പിൻ്റെ ശാവാൻ വഴിയില്ല അല്ലേ. പാമ്പ് തൊലി ഉലിയൂലേ. അമ്മയ്ക്ക് എന്ത് ഫീലിംഗ്? ഒറിജിനലാ? നാർവേൽ എന്ന് പറഞ്ഞ മീനിൻ്റെ പല്ല കൊമ്പല്ലേ, അതാട്ടോ അത്. ഞാൻ കാട്ടിത്തരാട്ടോ പിക്ചറ്. ദേ, ഈ മീനിൻ്റെ
പാമ്പിന്റെ ആക്കും. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇതിന്റെ പിക്ചർ ആട്ടാ, ഇതിന്റെ ഒറിജിനൽ കാട്ടിയാട്ടെ. എന്തൊരു സ്ട്രോങ് ആ പറയോ. അപ്പൊ ഞങ്ങൾ ഒരു ഇത് തൊട്ട് നോക്കി, കണ്ടോ? അത് ശരിക്കും അത് ഫീഡ് ചെയ്യാന്നുണ്ട്. ശരിയാ, ഫീഡ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അത് വായിച്ചാൽ മതി. ഇവിടെ കിടന്നിട്ട് നോക്കി അത് ശരിക്കും നോക്കിയടി. അവ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഷേപ്പ് നോക്ക് നീ. കറക്റ്റാ. പാലെടുക്കണടി, പാലെടുക്കണല്ലേ? ഫീഡ് ചെയ്യണാണ് കേട്ടോ, സോറി. പൊന്നോ, അത് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റൂട്ടാ. അതേ ഇതിന്റെ സൗണ്ടാ, പാമ്പിന്റെ. ഓ, അതാണ് നമ്മ പറഞ്ഞ മറ്റേ ഭയങ്കര ബാഡ് സ്മെല്ലുള്ളത്. അതതിന്റെ പാട്ടാണ് ബാഡ് സ്മെല്ല്. എന്തുട്ടൊക്കെ കാട്ടിത്തരണ്ടേ, എന്തുട്ട പറഞ്ഞരണ്ടേന്ന് അറിയണില്ല ഞങ്ങൾക്ക്. ഉറുമ്പ് മാത്രം തിന്നോ? ഉറുമ്പിന്റെ കുഴപ്പമില്ല, സുഖമായിട്ട് പോവും. പക്ഷെ അത് വേറൊന്നും ഞാൻ യൂട്യൂബിൽ വായിക്കറിയില്ല. പക്ഷെ അത് സുഖമായിട്ട് ഇങ്ങനെ പോവും. അതെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വീണ്ടും കണ്ട അടുത്ത ലെയർ. നോക്കിയാ നിങ്ങൾ, എത്ര വലിയ മ്യൂസിയം. ഇവിടെയും ഒരുപാട് കല്ലുകൾ തന്നെയാട്ടോ. എൻ്റെ എന്തൊരു ഭംഗിയാ കാണാൻ. ആടി കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് അതവർ കമ്പി, നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. കമ്പി കുത്തിച്ച് ഇതിന്റെ കളറൊക്കെ ഒരു വയലറ്റ്, ഇത് നോക്കി കളർ പർപ്പിൾ. എന്റെ പൊന്നോ, ഇത് ഭയങ്കര ഷാർപ്പാട്ടാ. ഇത് ഭയങ്കര വേനെടുക്കും, മുറിയും നമ്മുടെ. ഇതൊരു പാറയാട്ടാ, ബിയർഡ് റോക്ക്. ആ, ഇത് നല്ല സുഖമുണ്ട്, മാർബിൾ പോലെയുണ്ട്. ഇതൊക്കെ സ്റ്റോണാട്ടാ. ഇത് എന്തൊരു ഭംഗിയാ. അത് നമുക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് ഒന്നാം സമയം ഇതൊന്നും വായിച്ചു നോക്കാൻ. പിന്നെ അത് ഓരോ ടൈപ്പ്, അത് ക്രിസ്റ്റൽസ് ആണത്. ഇത് ഞെക്കി കഴിഞ്ഞു. ആ, ഇത് ഞെക്കുമ്പോ സൗണ്ട് വരും കേട്ടാ. ഓർമ്മയുണ്ടോ നമ്മളിത് പഠിച്ചത്? റഫ്ലേഷ്യ, ഏറ്റവും വലിയ ഫ്ലവർ. പാമ്പിനൊക്കെ ചില പാമ്പ് എടുക്കണോക്കിയതാനോ. അത് ഇലകളിൽ ഇങ്ങനെ പച്ച കളറുള്ള പാമ്പ, മരത്തുമ്മലൊക്കെ ഉണ്ടാവണതാ. നമുക്കറിയണേലും ഒരുപാട് നന്നായിട്ട് ഇവിടെ പിള്ളേരാട്ടാ പാരൻസിന് പറഞ്ഞു കൊടുക്കണേ. ക്ലാസ്സിൽ നിന്നോ കിട്ടിയതോ യൂട്യൂബിൽ നിന്ന് എവിടെന്നാന്ന് അറിയില്ല. പക്ഷെ ചിലതൊക്കെ പിള്ളേർ പാരൻസിനും ഫാമിലിക്കൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇതിനെപ്പറ്റി. ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ, അല്ല ഫസ്റ്റ് ഫ്ലോറിൽ. തനും ജാനിയാട്ടത്. അവർ രണ്ടുപേരും എന്തൊക്കെയോ ചെയ്യാട്ടാ. പിടിച്ചേ, മുങ്ങി നാളെ പിടികിട്ടാ പുള്ളികളെ കണ്ടുപിടിച്ചേ. ശിവയ്ക്ക് ഇഷ്ടായാ? ഡക്ക് നെക്ക്. ആ ചിക്കൻ, സോറി ഡക്കല്ല. ബേബി നോക്കി, ബേബി ഹാൻ ഹാൻ ഹാൻ. അത് ശരിക്കും ഒറിജിനലായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതല്ലേ? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ കേട്ടാ.
അതെ അതെ, അവിടെ കാണാനില്ലേ തോന്നുന്നു, പൊക്കിക്കൊണ്ട് വന്നിരിക്ക. ആ ആനന്ദശയനം. ഇതൊക്കെ ഗണപതി ഇരിക്കണേ കണ്ടോ, ഒരു പ്രത്യേക ഭംഗി ഇവിടത്തെ ഈ വ്യൂട്ടാ കണ്ടോ. അതായത് മഴക്കാരുണ്ട്, വെയിലില്ല, ഇവിടെയൊക്കെ കുറച്ചും കൂടി വെളിച്ചുണ്ട്. നമ്മിപ്പോ ഒന്ന് ഡ്രൈവ് ചെയ്ത ആ ഭാഗത്തൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകളായിരുന്നു. അപ്പൊ ഇരുട്ട് കൂടിയിട്ട് ഒരു നല്ല പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. മഞ്ഞപ്പൂക്കളുടെ എന്റെ രജനി മാം ഇത് കാണണം. രജനി മായും രജനി മാമയും രജനി. ഹലോ ഫ്രണ്ട്സ്, അപ്പം അതേ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയതാട്ടാ. മഴയോ? നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നതാട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇതേ തിരിച്ചു പോവാണ് നമ്മൾ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇനി എവിടെയും സ്റ്റോപ്പില്ല. ആ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊന്ന് മേടിക്കണം, പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് അല്ലേ തനു. അങ്ങനെ ട്രിപ്പ് അവസാനിച്ചു. ഹായ്. അപ്പം നമ്മൾ മ്യൂസിയത്തിലൊക്കെ കയറി വീഡിയോ എല്ലാവരും കണ്ടു. ഞാൻ ഫുള്ളൊന്നും പകർത്തിയിട്ടില്ല, വളരെ കുറച്ചേ പകർത്തിയിട്ടുള്ളൂ. കാരണം ഒരു ദിവസം ഫുള്ള് കാണാനുള്ളത് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളത്ര എക്സ്പെക്റ്റ് ചെയ്തുമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും മണിക്കൂർ 6 hours തിരിച്ച് ട്രാവൽ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി കുറച്ച് ഏരിയൊക്കെ കണ്ടിട്ട്. ഫ്രീയും ആണ്, എൻട്രി ഫീ ഒന്നുമില്ല, പക്ഷെ ഒരുപാട് കാണാനുണ്ട് ഇനി. അപ്പോൾ അതിനുള്ളൊരു സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളൊരു കുറച്ച് ഏരിയ കവർ ചെയ്തിട്ട് പോന്നു. ഞാൻ പറ്റണതൊക്കെ പകർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതേ നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ വീട്ടിൽ പോവാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഹായ് ശിവ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ അല്ലെങ്കിൽ കോഴി മിസ്സായത് പറയാം. ഇന്നത്തെ ഇപ്പം നമ്മുടെ ഡേ 3 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും മ്യൂസിയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു ലിമിറ്റ് കാരണം നമ്മൾ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പോകുന്നു അവിടെ നിന്ന്. പിന്നെ ഹാഫ് കണ്ടിട്ടുണ്ടാവില്ല ഏട്ടൻ, അത്രയും കണ്ടാ? ഓൾമോസ്റ്റ് കൊറേ ഉണ്ട്. അപ്പൊ നമ്മ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. അതെ അതെ, മഴ വന്നതോടുകൂടി നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ തെറ്റി. അപ്പൊ നമുക്ക് പറ്റണ പോലെ നമ്മന്ന് പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അത് കാണാനും അടുത്തത് പോയി നോക്കാനും ഇതൊക്കെ. നമ്മുടെ ദൈവങ്ങളുടെ വിഗ്രഹം വരെ ഉണ്ട് അവിടെ. അത് ഞങ്ങൾക്ക് ശരിക്കും സർപ്രൈസ് ആയി. അതായത് അവര് എനിമൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സാധനങ്ങളുടെ ഒരു ഇതുണ്ടാവും, പിക്ചർ വന്നിട്ട്. അപ്പൊ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾക്ക് സ്മെല്ല് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതുമല്ല ടച്ച് ചെയ്യണം, അതിന്റെ സ്മെല്ലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓ, ഇതിന്റെ സ്മെല്ല് ഇങ്ങനെയായിരുന്നു അല്ലേ എന്നൊക്കെ. അത് തനുക്കെ സ്മെല്ല് ചെയ്ത് നോക്കി. എന്നിട്ട് എല്ലാവരെ കൊണ്ടും തനു പെട്ടു. എന്നിട്ട് തനു എല്ലാവരോടും സ്മെല്ല് ചെയ്യാൻ പറയായിരുന്നു. എന്തേ? അപ്പൊ മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ വിശേഷമുണ്ട്. പിന്നെ നമ്മള് അമ്മമാരും പോലീസ് വരണെങ്കിൽ ഞാൻ എന്തിനു വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം? എന്റെ സൗണ്ടൊക്കെ പോയി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ ഈ ഫുഡൊക്കെ കിട്ടാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് പിള്ളേരായാലും വാശി പിടിക്കുക. പിന്നെ അമ്മമാർക്കും അച്ഛനൊക്കെ അവര് ടയേർഡാവല്ലേ, കുറെ നടക്കലും ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ മഞ്ഞിന്റെ മേലെ പോണതൊക്കെ ക്യാൻസൽ ചെയ്തത്. പിന്നെ നമ്മള് ജസ്റ്റ് ഒന്ന് വന്ന് സ്കോട്ട്ലാൻഡൊക്കെ ഒന്ന് കണ്ടു പോവാൻ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഫുള്ളായിട്ട് എല്ലാവിടെയും കവർ ചെയ്യണമെങ്കിൽ 5 days എങ്കിലും മിനിമം വേണം. അതായത് ഒരു മടിയും കൂടാണ്ട് പോവാനും ഇതൊക്കെ ആയിട്ട്. ഇതിപ്പോ നമ്മളൊക്കെ മാത്രം വരണം, നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് നടക്കായിരുന്നു.
ഇപ്പൊ കുട്ടികളും പ്രായവരൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലിമിറ്റേഷൻസ് ഇതുണ്ട്. പിന്നെ ഓരോ വേദനയും ബുദ്ധിമുട്ടുകളൊന്നും വരാനും പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മുടെ യാത്ര 6 hours ഉണ്ടെങ്കിലും നമ്മ നാട്ടിലെ യാത്ര ചെയ്ത് വെച്ച് നോക്കണത് വെച്ചിട്ട് നമുക്ക് അത്ര ടയർഡ്നെസ് വരില്ല. റഷ് ഇതല്ല കാരണം അത് കുഴപ്പമില്ല. പിന്നെ ആ മ്യൂസിയം എന്ന് പറയണത് ഒരു സംഭവത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ നാട്ടിലെ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടല്ലേ എന്ന് പറയല്ല, അത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എഴുതി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ശിവനും ഗണപതിനും പോലും അങ്ങനെ എല്ലാതും വെച്ചിട്ടുണ്ട് അവരവിടെ. അതായത് ആഫ്രിക്കയുടെയും അങ്ങനെ എല്ലാ സ്ഥലത്തെയും, അതായത് എല്ലായിടത്തെയും ഒരുപാട് സംഭവമാണ്. ഒരു ക്രൂയിസിന്റെ ഉള്ളിൽ കയറിയ പോലെ അല്ലേ, ഓരോ ലെയർ നമ്മ അങ്ങനെ ചില വീഡിയോയിലൊക്കെ കാണില്ലേ, ക്രൂയിസിന്റെ ഉള്ളിലുള്ള ലെയർ പോലെ, അതേപോലൊക്കെ തോന്നിയിട്ടാ. അപ്പൊ എന്തായാലും നമ്മ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു ഓഫ് ഡേയ്സ്, ആ 3 days എൻജോയ് ചെയ്തു ഈ 3 ദിവസവും. പിന്നെ ഭാഗ്യത്തിന് ഇന്ന് മാത്രമേ മഴ വന്ന് നമുക്ക് പണി കിട്ടിയുള്ളൂ, ബാക്കിയുള്ള ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല 2 ദിവസം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. Bye bye. See you in next video.